ജില്ലാ ആശുപത്രിയിലെ കുട്ടികളുടെ വാർഡിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 2 വയസ്സുകാരുടെ സ്വർണമാല മോഷണം പോയി. ചെമ്പ്ര ഏനിൻകുന്നത്ത് സൈഫുദ്ദീൻ റിസ്വാന ഷെറിൻ ദമ്പതികളുടെ മകൾ ഷംസ ഷഹദിന്റെ 1/4 പവൻ തൂക്കമുള്ള മാലയാണ് നഷ്ടപ്പെട്ടത്. പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെയും മാതാവിനെയും 3-ാം നിലയിലെ വാർഡിലാണ് അഡ്മിറ്റ് ചെയ്തിരുന്നത്. ബുധനാഴ്ച രാത്രി കുട്ടി അസാധാരണമായ രീതിയിൽ കരഞ്ഞപ്പോഴാണ് മാല മോഷണം പോയ വിവരം മാതാവ് ശ്രദ്ധിക്കുന്നത്. വാർഡിൽ ലൈറ്റ് അണയ്ക്കരുതെന്ന് നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ആ സമയത്ത് ലൈറ്റുകൾ ഓഫ് ചെയ്ത നിലയിലായിരുന്നുവെന്ന് റിസ്വാന പറഞ്ഞു. മാല ബലമായി പൊട്ടിച്ചെടുത്തതിനാൽ കുട്ടിയുടെ കഴുത്തിൽ ചുവന്ന പാടുകളുമുണ്ട്. വൈകുന്നേരം ആശുപത്രിക്കുള്ളിലേക്ക് കയറുമ്പോൾ കുട്ടിയുടെ കഴുത്തിൽ മാലയുള്ളതായി പ്രവേശന കവാടത്തിലെ CCTV ദൃശ്യത്തിൽ വ്യക്തമാണ്. അതേസമയം രോഗിയുടെ സ്വകാര്യത മാനിച്ച് വാർഡുകൾക്കുള്ളിൽ CCTV സ്ഥാപിച്ചിട്ടില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. വിലപിടിപ്പുള്ള സാധനങ്ങൾ രോഗികൾ സ്വന്തം ഉത്തരവാദിത്തത്തിൽ സൂക്ഷിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ മാതാപിതാക്കളുടെ പരാതിയെ തുടർന്ന് തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. Different by design.